ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയിട്ടുള്ള താരമാണ് സണ്ണി വെയിൻ. വിവാഹിതനായതൊക്കെ ശ്രദ്ധ നേടിയതായിരുന്നു. നർത്തകിയായ രഞ്ജിനിയാണ് താരത്തിന്റെ ഭാര്യ. എന്നാൽ പൊതുവേദിയിൽ ഇരുവരും ഒരുമിച്ചെത്തുക കുറവാണ്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ പോലും ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കുറവാണ്. ഇതോടെ ആളുകൾ ചോദിക്കുന്നത് ഇവർ തമ്മിൽ വേർപിരിഞ്ഞോ എന്നാണ്. എന്തുകൊണ്ടാണ് ഒരുമിച്ചെത്താത്തതെന്ന് പറയുകയാണ് ഇപ്പോൾ രഞ്ജിനി. പുതിയൊരു അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. നമ്മൾ എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ഹൈപ്പ് വന്നിരുന്നു. പക്ഷേ എല്ലാത്തിനും അവർ താരതമ്യം നടത്തുകയാണ്. നമ്മൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് വില ലഭിക്കാത്ത ഒരവസ്ഥയാണ്. ഐഡന്റിറ്റി ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ആൾക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ് സ്വന്തമായി ഐഡന്റിറ്റിയിൽ പോകണമെന്നുള്ളത്. തിരക്കുകൾ കൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് എത്താത്തത്. രണ്ടുപേരും രണ്ട് കാറ്റഗറിയിൽ ഓടി നടന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, സണ്ണി വെയിന്റെ ഭാര്യ എന്ന ടാഗ് ലൈൻ എന്റെ കരിയറിനെ ബാധിക്കാതെ കൊണ്ടുപോകണം എന്നതാണ്. എന്നാലും ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ചിത്രങ്ങൾ പങ്കുവെക്കാറുമുണ്ട്. പക്ഷേ അപ്പോൾ പോലും എത്രയൊക്കെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞാലും ലാസ്റ്റ് തിരിഞ്ഞു വരുന്നത് ഇതിലേക്ക് തന്നെയായിരിക്കും. താരതമ്യം ചെയ്യുന്നത് പതിവാണ്. ഈ പറഞ്ഞ പോലെ സിനിമയിലാണ് ഒരു സൈഡ് എന്നുള്ളതാണ്. ഡാൻസ് ഒട്ടും കുറവല്ല എന്നിരുന്നാലും സിനിമ വലിയ ക്യാൻവാസ് ആണ്. ഞാൻ തുടക്കത്തിലൊക്കെ ഇത്തരം കമന്റുകൾ കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ 1.5 വർഷമായി ഇതൊക്കെ വളരെ കുറവാണ്. ചിലപ്പോൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ടാകും. ഞാൻ പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്, വളരെയധികം പിന്തുണ നൽകുന്ന ആളാണ് സണ്ണി എന്ന കാര്യം. കുറെ വർഷം പ്രണയിച്ചിട്ടാണ് വിവാഹം കഴിച്ചത്. ആരെയും അറിയിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അന്ന് തോന്നി. അന്നിതൊക്കെ ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അപ്പോഴേ ഞാൻ ഈ ഐഡന്റിറ്റിക്കൽ പ്രശ്നം നേരിട്ടേനെ. രണ്ടുപേരും അതങ്ങനെ പോവട്ടെ എന്ന് വിചാരിച്ചു. രണ്ടുപേരുടെയും സ്വകാര്യത മാനിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. സൗഹൃദമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. രണ്ടുപേർക്കും തങ്ങളുടേതായ കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. രണ്ടുപേരും 2 റൂട്ടിലാണെന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു. അതങ്ങനെയൊക്കെ തന്നെ ആയതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്.